അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഗൂഗിൾ കലണ്ടർ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഗൂഗിൾ കലണ്ടർ അത് എന്തൊക്കെയാണ് അതിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒരു ഇവൻ്റ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഗൂഗിളിലെ ടാസ്കുകൾ ആഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഗൂഗിൾ കലണ്ടർ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. നേരത്തെ നമ്മൾ ഇവൻ്റ് ആഡ് ചെയ്യാൻ ഉപയോഗിച്ച വലതുഭാഗത്ത് താഴെയുള്ള പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ടാസ്ക് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റ്, ടാസ്ക്, ബർത്ത്ഡേ എന്നിങ്ങനെ സ്ഥലങ്ങളിലേക്ക് മാറി മാറി ഏത് വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഒരു ടാസ്ക് ആഡ് ചെയ്യുകയാണ്. ആ ടാസ്കിന് നമുക്ക് ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു പ്രോഗ്രാം എന്നാണ് പേര് കൊടുക്കുന്നത്. നമ്മൾ ഒന്നിലധികം മെയിൽ ഐ ഡികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മെയിൽ ഐ ഡികൾ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് അവിടെ. ഇനി റിപ്പീറ്റ് വേണോ, എല്ലാ ദിവസവും വേണോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഓൾ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത് നേരത്തെ ചോദിച്ച രൂപത്തിൽ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ഡീറ്റെയിൽസ്, ചെറിയൊരു ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നേരത്തെ ചെയ്തു വെച്ച ചില ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇതിലെ ലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം സേവ് എന്ന് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാസ്ക് അവിടെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ നേരത്തെ ചെയ്ത രൂപത്തിലുള്ള ഷെഡ്യൂൾ ഇവിടെ കണ്ടു. പ്രോഗ്രാം എന്നുള്ള ടാസ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഒന്നുകൂടി എഡിറ്റ് ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താം. ഇനി ഈ ടാസ്കുകൾ നമുക്ക് നമ്മുടെ കലണ്ടറിൻ്റെ മുകൾ ഭാഗത്തായി, കലണ്ടറിൻ്റെ അപ്പുറത്തൊരു ടിക്ക് ചിഹ്നം കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ലിസ്റ്റുകൾ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ ചെയ്തത് അവിടെ ഒരു പ്രോഗ്രാം എന്നുള്ളത് ഇവിടെ ലിസ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, ലിസ്റ്റിലെ ടാസ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ആ ടാസ്ക് കാണാം. ഡേറ്റ് വേണമെങ്കിൽ മാറ്റാം. ഡേറ്റ് നമ്മളൊരു സൺഡേയിലേക്ക് മാറ്റുകയാണ്. ടൈം നമ്മൾ അതിൻ്റെ ഒരു ടൈം സെറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത് അവിടെ കൊടുത്തു. ഇനി ഈ ഒരു ടാസ്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മോഡിഫിക്കേഷൻ വരുത്തി. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാസ്ക് കംപ്ലീറ്റ് ആയാൽ നമുക്ക് ആ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി എന്ന് കാണാം. നമ്മുടെ കംപ്ലീറ്റഡ് എന്നുള്ള ഭാഗത്ത് ആ പ്രോഗ്രാം ഏതൊക്കെ കംപ്ലീറ്റ് ആയി എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ മാർക്ക് ഇൻകംപ്ലീറ്റ് എന്ന് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാം ഇവിടെ ടാസ്ക് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇതിന് നമുക്ക് സബ് ടാസ്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പ്രോഗ്രാം ആദ്യമായി നമ്മളൊരു മീറ്റിംഗ് ചേരുന്നു. അതിനുശേഷം നമ്മൾ ഒരു കോളിംഗ് ആണ് തീരുമാനിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെ കോളിംഗ് നടത്തുന്നു. പിന്നെ അതിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ വർക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് സബ് ടാസ്കുകളായി നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ഒരു കാര്യം സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിൽ ഓരോ കാര്യവും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു. ഇപ്പോൾ അവിടെ അത് കംപ്ലീറ്റ് ആയി. എങ്ങനെ ഓരോന്നും നമ്മൾ കംപ്ലീറ്റ് ആയി കൊടുത്താൽ അങ്ങനെ ടിക്ക് ചെയ്യുന്നത് പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കുന്നതിനനുസരിച്ച് നമ്മൾ ടിക്ക് ചെയ്യുമ്പോൾ അത് ആ ടാസ്ക് പൂർത്തിയായതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ഒരു ടാസ്ക് നമ്മൾ ആഡ് ചെയ്യുക. നമുക്കാവശ്യമായ ഒരു ടാസ്കിനെ നമ്മൾ ആവശ്യമുള്ള ഡേറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അത് ആവശ്യമുള്ള ലിസ്റ്റിലേക്ക് പോയി അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് രൂപം. ഇനി ഇതേ കാര്യം നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റുകളിലേക്ക് ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ലിസ്റ്റിൽ വന്ന് നോക്കിയാൽ നമുക്കാവശ്യമുള്ള ലിസ്റ്റുകൾ നമുക്ക് ഇതേ രൂപത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ ഇവിടെ പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയതായി കാണിച്ചു. അതുകൊണ്ട് അതിൻ്റെ സബ് ടാസ്കുകളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ കാര്യങ്ങളും മാർക്ക് കംപ്ലീറ്റ് എന്ന് കൊടുത്തത് കൊണ്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണെങ്കിൽ മാർക്ക് ഇൻകംപ്ലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തിരിച്ച് വരുന്നതാണ്. ഇപ്പം നേരത്തെ വന്ന രൂപത്തിൽ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഓരോ വിവരങ്ങളും എടുക്കുന്നു. ആവശ്യമായ മാറ്റങ്ങൾ ഇവിടെ നമുക്ക് വരുത്താൻ കഴിയുന്നതാണ്. ഒരു
പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞു, ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷനുണ്ട്. ഒരു ടാസ്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിലെ സബ് ടാസ്കുകളും കൂടി അതിൻ്റെ ഒപ്പം ഡിലീറ്റായി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ടാസ്കുമായി ബന്ധപ്പെട്ട് പുതിയൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഡേറ്റ് ആവശ്യമെങ്കിൽ ഡേറ്റ് കൊടുക്കുന്നു, സബ് ടാസ്കുകൾ കൊടുക്കുന്നു. റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഒരു ടാസ്ക് നമ്മൾ സേവ് ചെയ്യുന്നു. അത് പൂർത്തിയാകുന്ന മുറക്ക് അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ നൽകുന്നു. അങ്ങനെയാണ് ഗൂഗിൾ കലണ്ടറിൽ നമ്മൾ ടാസ്കുകൾ സെറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.